ഹലോ, ഇതുപോലെ നിങ്ങൾക്കും പെട്ടെന്ന് വൺ പോട്ട് ചിക്കൻ റൈസ് തയ്യാറാക്കണോ എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആട്ടോ. മന്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഏകദേശം ഒരു വകഭേദത്തിൽ വരും, എന്നാലും അതിലേറെ ഒന്നും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. നല്ല രസമുള്ള ഒരു ചോറാണ്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ട ഒരു ചട്ടിനിയാണ് ആദ്യം തയ്യാറാക്കുന്നത്. അതിലേക്ക് ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുക. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, വിനെഗറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ബെറ്റർ ഒന്നും കൂടി ചെറുനാരങ്ങയാണ്, അതാണ് നല്ലത്. പിന്നെ ഒരു ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിൽ മല്ലിച്ചപ്പ് ആഡാക്കാൻ മറന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ മല്ലിച്ചപ്പ് ആഡാക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടൊന്ന് ഒന്ന് ജസ്റ്റ് നല്ലോണം ബ്ലെൻഡായി വരണ്ട, ഒന്നും കൊണ്ട് ബ്ലെൻഡാക്കുക. ഇനി നമുക്ക് ചോറിനുള്ള ഒരു ചിക്കൻ്റെ മാരിനേഷൻ ഒന്ന് നോക്കാം. അപ്പം നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ചട്ടിനിയിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂണ് ഒന്ന് ആഡാക്കിയിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പാപ്രിക്ക പൗഡറുള്ളത്, ആ പൗഡറുള്ളവർ അത് എടുക്കുക. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എൻ്റെ അടുത്ത് ചെറിയ ജീരകത്തിൻ്റെ പൊടിച്ചത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്നങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജീരകം പൊടിച്ചിട്ടാണ് ഏറ്റവും ഒന്നും കൂടി ബെറ്റർ കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്നും കൂടി മിക്സ് ആക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അതും കൂടെ ആഡാക്കിയിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് എടുത്ത് ഇതിന് ആവശ്യമുള്ള ചിക്കനെ നന്നാക്കി ഒന്ന് മിക്സാക്കി വെക്കട്ടോ. ഒരു അരമണിക്കൂറെങ്കിലൊക്കെ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിൽ നിന്ന് ലേശം ഒന്ന് മാറ്റി വെച്ചിരുന്നു കേട്ടോ. എന്നിട്ടാണ് ചിക്കനൊന്ന് അതിലേക്ക് ആഡാക്കിയിട്ട് കേട്ടോ. ഇനി ഞാനിതിന് വേണ്ടത് ചോറ് തയ്യാറാക്കാനാണ്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഗരം മസാലകളും ഒന്നങ്ങനെ ഉള്ളത്, അതായത് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ബേ ലീഫ്, കറുത്ത നാരങ്ങ, അങ്ങനെ എല്ലാ ഇതും കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നാക്കി ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾക്ക് ആ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്കൊന്ന് ആഡാക്കി കൊടുക്കട്ടോ. അതായത് ഞാൻ ഇതിലേക്ക് 3 കപ്പ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിൽ കുതിർത്തിയതാണെങ്കിൽ 1 കപ്പിന് 1.5 എന്ന് വെച്ചിട്ട് വെള്ളം എടുക്കുക. വെള്ളത്തിൽ കുതിർത്താത്തതാണെന്നുണ്ടെങ്കിൽ 1 കപ്പിന് 2 എന്ന വെള്ളത്തിൽ എടുക്കട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ചിക്കൻ ഇതിൽ തന്നെ വേവിക്കണത്, അതുകൊണ്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് നമ്മൾ 1.5 എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് കുറച്ച് വെള്ളം ആവിയായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അതിൽ വേവിച്ച് വെച്ചിട്ടുള്ള അത് ഒരു 15 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചിക്കനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരിയൊന്നും ആഡാക്കി കൊടുക്കുക. ഞാൻ